ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും അധികം വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സംഭവമായിരുന്നു നമ്മുടെ ദിയ കൃഷ്ണയുടെ പ്രസവം എന്ന് പറയുന്നത്. അവരിപ്പോൾ ഇതുപോലെ വീഡിയോ എടുത്തതും അവര് ലൈവായിട്ട് കാണിക്കുന്നതും എല്ലാം തന്നെ സമൂഹത്തിന് ഒരു മാതൃക തന്നെയാണെന്ന് വേണം പറയുവാൻ. അതുകൊണ്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്തുക ഒന്നുമില്ല. അതുപോലെ തന്നെ ഇന്നത്തെ കാലഘട്ടത്തിൽ എങ്ങനെയാ ഒരു സ്ത്രീ അനുഭവിക്കുന്ന വേദനകൾ എന്താന്ന് ഭർത്താവിനും അതുപോലെ തന്നെ പിന്നെ മറ്റുള്ള അവർ പിന്നീടുണ്ടാകുന്ന പിള്ളേർക്കും ഒക്കെ കാണാനുള്ള ഒരു സംവിധാനം കൂടിയാണ്. ഇങ്ങനെയാണ് അമ്മ പ്രസവിക്കുന്ന ഇത്രയും വേദന അനുഭവിച്ചാണ് അമ്മ ഞങ്ങൾക്ക് ജന്മം നൽകിയെന്നും അതുപോലെ ഭർത്താവ് മനസ്സിലാക്കേണ്ട കാര്യം തൻ്റെ ഭാര്യ എന്തുമാത്രം വേദന തിന്നാണ് ഒരു കുഞ്ഞിനെ ഈ ഭൂമിയിലേക്ക് കൊണ്ടുവരുന്നതെന്നും അതുകൊണ്ട് അവളോട് എങ്ങനെയൊക്കെ നിൽക്കണം, അവളോട് ഏതൊക്കെ രീതിയിൽ പെരുമാറാൻ പഠിക്കണം എന്നുള്ളതൊക്കെ ഒരു ഭർത്താക്കന്മാർക്ക് അത്ര കാര്യങ്ങൾ അറിയാത്തവരാണ്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ ഉള്ള കാലഘട്ടത്തിലും നമ്മുടെ ഈ ഹോസ്പിറ്റലുകളിലൊക്കെ ഭർത്താക്കന്മാരെ ശരിക്കും ഹോസ്പിറ്റലിനകത്തൊന്നും കയറ്റത്തില്ല, ഡെലിവറി ലേബർ റൂമിലൊന്നും കയറ്റത്തില്ലായിരുന്നു. ഡെലിവറി നടക്കുന്ന സമയത്ത് ശരിക്കും പറഞ്ഞാൽ നേഴ്സുമാരും ആരാണോ ഡെലിവറി നടക്കാൻ പോകുന്നത് ആ പെൺകുട്ടി മാത്രമേ കാണത്തുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരുപാട് സ്ട്രഗിൾസ് ഒക്കെ ഉണ്ടാകാം. അവരുടെ മനസ്സിനകത്ത് ഫിസിക്കലി മെൻ്റലി ടെൻഷനും പ്രശ്നങ്ങളും വേദനകളും ഒക്കെ അവൾ അനുഭവിക്കുന്നുണ്ടാകാം. അപ്പോൾ ആ സമയത്ത് അവർക്ക് സ്വാതന്ത്ര്യമായിട്ട് ആ കുടുംബത്തിലുള്ള എല്ലാവരും നിന്ന് അപ്പനും അമ്മയും ഭർത്താവും സഹോദരങ്ങളും ഒക്കെ നിൽക്കുന്നത് അത് വലിയൊരു ആശ്വാസമായിട്ട് തന്നെ വേണം നമുക്ക് പറയുവാനും. അതുപോലെ തന്നെ ഭാവിയിൽ തൻ്റെ അമ്മ ഇത്രയും വേദന അനുഭവിച്ചാണ് തനിക്ക് ജന്മം നൽകിയതെന്ന് കുഞ്ഞും മനസ്സിലാക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു കുഞ്ഞുങ്ങളും ഒരമ്മയും വിട്ടു പോകാൻ ചാൻസ് ഇല്ല. അമ്മമാരെ എപ്പോഴും നമ്മൾ വേദനിപ്പിക്കാൻ പാടില്ല, വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിക്കാൻ പാടില്ല എന്നുള്ള തത്വം കൂടി കുഞ്ഞുങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്യും ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുന്നതിലൂടെ. കാരണം നമ്മൾ അത്രമാത്രം റിസ്ക് എടുത്ത് തന്നെയാണ് ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുന്നതും. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ പലരും ഭാര്യമാരെ ഉപദ്രവിക്കുകയും പ്രഗ്നൻ്റ് ആയ സമയത്ത് പലരും അവരെ ആവശ്യമില്ലാത്തതെല്ലാം പറയുകയും അമ്മായിയമ്മ അടക്കം ഭർത്താവിൻ്റെ വീട്ടുകാരും ഒക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യാറുണ്ട് പല പെൺകുട്ടികൾക്കും. അപ്പോൾ അത്തരം സന്ദർഭങ്ങളിലൊക്കെ ഇത്രയും വേദന അനുഭവിച്ചാണ് തൻ്റെ ഭാര്യ പ്രസവിക്കുന്നതെന്ന് ഒരു ഭർത്താവ് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. കാരണം ഭർത്താക്കന്മാർക്കൊക്കെ ഇതിനുള്ള അവസരം ഇനി കൊടുക്കണം. ഒരു കുഞ്ഞെങ്ങനെ ഉണ്ടാകുന്നു, തൻ്റെ ഭാര്യ എങ്ങനെ പ്രസവിക്കുകയാണ്, അപ്പോൾ അത് കാണാൻ ഭർത്താവിനെ അനുവദിക്കണം. ഇതുപോലുള്ള ചാൻസ് ഒന്നും ഇത്രയും നാളത്തെ പെൺകുട്ടികൾക്കൊന്നും കിട്ടിയിരുന്നില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഭർത്താവിനെ കൂടെ റൂമിനകത്ത് ഇരുത്തി ഭാര്യ അനുഭവിക്കുന്ന വേദനകൾ കാണണം. എങ്കിൽ മാത്രമേ ഭർത്താവിനും ഭാര്യയോട് കൂടുതൽ സ്നേഹവും കരുണയും ഭർത്താവിന് എന്തെങ്കിലും ജോലി ചെയ്ത് കൊടുക്കാനുള്ള ഒരു മനസ്സും ഒക്കെ കിട്ടത്തുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ പരിപാടികളൊക്കെ വെളിരാജ്യത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഭർത്താവും കൂടെ കയറുന്നതായിട്ടാണ് അവിടെ നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം ഒരു ഭാര്യ തന്നെയല്ലല്ലോ ഒരിക്കലും ഒരു കുഞ്ഞിന് ജന്മം നൽകുന്നത്, ഭർത്താവും കൂടെ കൂടിയ ശേഷമാണല്ലോ ജന്മം നൽകുന്നത്. പ്രസവിക്കുന്നത് ഭാര്യ മാത്രമാണെന്നല്ലേ ഉള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ കൺസെപ്റ്റൊക്കെ വളരെ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ കൊടുത്തത് എല്ലാവർക്കും ഒരു പ്രചോദനം തന്നെയാണ്. അതൊരു മാതൃക തന്നെയാണ് നമുക്ക് പറയേണ്ടത്. ഇനിയുള്ള തലമുറയ്ക്കും അത് നല്ലൊരു മാതൃകയാണ്. പക്ഷേ ഇതിനകത്ത് വേറെ 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. നമ്മളൊരു ഡെലിവറി നടക്കുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് പെയിൻ ഉണ്ട്. ആ സമയത്ത് നമ്മൾ പെൺകുട്ടി എന്ന നിലയിൽ നമ്മൾ കുറച്ച് സാക്രിഫൈസ് ചെയ്തേ പറ്റൂ. നമ്മുടെ മനസ്സെന്ന് പറയുന്നത് ആ സമയം എന്ന് പറയുന്നത് ഒരുപാട് പ്രശ്നങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണല്ലോ. കാരണം കുട്ടി പുറത്തേക്ക് വരുന്ന ഒരു ടൈം കൂടി ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, കഴിവിൻ്റെ പരമാവധി ഇനിയുള്ള എല്ലാ സ്ത്രീകളും മനസ്സിലാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മളുടെ ഡെലിവറി ടൈമിൽ ലാസ്റ്റ് 9-ാം മാസം കടക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും വളരെ സൈലൻ്റ് ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ല. സൈലൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ചത് അങ്ങ് പൂർണ്ണമായും സൈലൻ്റ് എന്നല്ല ഉദ്ദേശിച്ചത്. നമ്മൾ ആ സമയത്ത് യോഗ, പ്രാർത്ഥന, നമ്മൾ കുറച്ച് സ്പിരിച്വൽ ആകുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ ശരീരം ഒരുപാട് റിലാക്സേഷനിലൂടെ കടന്നു പോകും. നമ്മൾ ഡെലിവറിക്ക് ചെന്ന് കയറി കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഡോക്ടേഴ്സൊക്കെ നമ്മുടെ അടുത്തുണ്ടല്ലോ, നമ്മൾ ഒറ്റയ്ക്ക് ഡോക്ടേഴ്സൊക്കെ നമ്മളെ രക്ഷിക്കാൻ നിൽക്കുന്നവരാണ്. അപ്പോൾ നമ്മൾ അവരിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് നമ്മൾ ആ സമയം എന്ന് പറയാൻ തീർച്ചയായിട്ടും നമ്മൾ കിടന്നുകൊണ്ട് കണ്ടമാനം അലറി കൂവി നമ്മൾ വയലൻ്റ് ആകരുതേ. കാരണം നമ്മുടെ കുട്ടിയാണ് അകത്ത് കിടക്കുന്നത്, അത് പതുക്കെ പുറത്തോട്ട് വരികയാണ്. ആ സമയത്ത് നമ്മൾ ആവശ്യമില്ലാത്ത ഒരു വാക്കുകളും ഉപയോഗിക്കരുത്. ഇവിടെ ദിയാകൃഷ്ണ ഒരുപാട് വാക്കുകൾ ഇങ്ങനെ ചുമ്മാ ഉപയോഗിക്കുകയാണ്. അതും ഇതുമൊക്കെ പറയും അവിടെ കിടന്നു. ആ വാക്കുകൾ ഞാൻ ഇവിടെ പറയുന്നില്ല, പക്ഷെ ഒരിക്കലും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല. കാരണം നമ്മൾ ഈ വേദന അനുഭവിക്കുന്നത് നമ്മുടെ കുട്ടിക്ക് വേണ്ടിയാണ് നമ്മൾ ഓർക്കുക. നമ്മുടെ കുട്ടിക്ക് വേണ്ടി മാത്രമാണ്. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്കൊരിക്കലും സന്തോഷമൊന്നും ഉണ്ടാകത്തില്ല. കാരണം അത്രയും വലിയ പെയിനാണ് നമ്മൾ അനുഭവിക്കുന്നതെന്ന് ആലോചിക്കുക. നമ്മൾ ഭയങ്കരമായിട്ട് മെൻ്റൽ പവർ കിട്ടാൻ വേണ്ടി നമ്മൾ ഭയങ്കരമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കുറച്ചങ്ങ് പതുക്കെ നമ്മളങ്ങ് സൈലൻ്റ് ആവുകയാണെ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കുട്ടിക്ക്
ആ ഒരു മനോധൈര്യം ഭയങ്കരമായിട്ട് കിട്ടും. നമ്മളിവിടെ അലറി കൂവുന്നതും നമ്മൾ പറയുന്ന ഓരോ വാക്കുകളും ആ കുട്ടി അവിടെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് ഇത്രയും ഒന്നും നമ്മൾ ഒരിക്കലും ഇത്രയും ബഹളമൊന്നും വെക്കാതെ, നമുക്ക് വിഷമങ്ങളുണ്ട്, നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് കാണിക്കുന്നതിന് ഒരു തെറ്റൊന്നുമില്ല. അത്രയും നമ്മൾ പുറത്തോട്ട് എക്സ്പ്രസ് ചെയ്യുന്നതിനും തെറ്റില്ല. പക്ഷേ ഓവറായിട്ട് നമ്മൾ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, തീർച്ചയായിട്ടും അത് ആ കുട്ടിക്ക് ഡിസ്റ്റർബൻസ് ഉണ്ടാകാൻ വളരെ സാധ്യതയാണ്. അത് ആ സമയം നമ്മൾ വളരെ കുറച്ച് കാം ആകുന്നത് വളരെ നല്ലതായിരിക്കും. നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാം ആവുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്ന് വെച്ചാൽ ഒരുപാടല്ല ഉദ്ദേശിക്കുന്നത്, നമ്മൾ ചുമ്മാ കിടന്ന് കാറിക്ക് വയലൻസിലേക്ക് പോകുമ്പോൾ തീർച്ചയായിട്ടും ആ കുട്ടിക്കും അത് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക.